Good morning. Good morning. ഓസ്ട്രേലിയയിലെ തെരുവുകൾ ശബ്ദായമാനമായി ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്കൂളിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ഐ മേക്ക് എ വീഡിയോ വെൻ ഐ എം അറ്റ് ഹോം. സോ ഞാൻ വീട്ടിൽ പോയ അന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. നത്തിങ് ബട്ട് എ നോർമൽ ഡേ. ഓക്കെ, രാവിലെ എണീച്ച് പള്ളിയിൽ പോയി. സോ വൺസ് യു ഗോ ടു ചർച്ച് ആൻഡ് കം ബാക്ക് നോ ദ ഹോൾ ഡേ ഫ്രഷ്നെസ്സും ഒരു ഫുള്ളി ഒരു ബ്ലെസ്ഡ് ഡേ ആയിട്ട് നമുക്ക് തോന്നും. സോ പള്ളി ഞാൻ സൺഡേ വീട്ടിലാണെങ്കിൽ മിസ് ചെയ്യത്തില്ല. സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഫോണൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മമ്മി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മമ്മി ചപ്പാത്തി ഉണ്ടാക്കി, ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയായി. മമ്മി ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തന്നു. ഞാൻ പാൽ കാപ്പി ഒരിടയ്ക്ക് നിർത്തി. ഞാൻ പൊതുവേ കുറച്ച് സ്വീറ്റിൻ്റെ ആളാണ്. എനിക്ക് കാപ്പിക്കൊക്കെ നല്ല മധുരം വേണം, കടുപ്പവും വേണം, മധുരവും വേണം. പക്ഷേ ഇത് ചുക്ക് കാപ്പി ആയതുകൊണ്ട് ചുക്കിൻ്റെ ഒരു കുത്തലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചധികം പാനി ഒഴിച്ചു. എന്നിട്ട് ഞങ്ങളിതേ മുട്ടക്കറിയും ചപ്പാത്തിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങളുടെ ഫുൾ കഥ പറച്ചിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിനും മമ്മിയുടെ പാട്ടിനും ആയിരിക്കും ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ സമയം കിട്ടിയത് കൊണ്ട് ഒരു ചെറിയ പാട്ടും കൂടെ അന്ന് പാടി. കാരണം വീട്ടിൽ വരുമ്പോൾ എനിക്ക് പീസ്ഫുള്ളായിട്ട് പാട്ട് പാടാൻ പറ്റുള്ളൂ. ഈ ഇപ്പം വരാമെന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, അത് ഞാൻ നമ്മുടെ ടൈലർ ആൻറ്റിയുടെ അടുത്ത് പോകുന്നതാണ് കേട്ടോ. എൻ്റെ 2 പുതിയ സൽവാർ ഉണ്ടായിരുന്നു, അത് രണ്ടും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇതാണ് നമ്മുടെ നസീം ആൻറ്റി. പുള്ളിക്കാരത്തെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ബ്രൈഡ്സ്മേറ്റ്സിൻ്റെ എല്ലാ ഡ്രസ്സും ആൻറ്റി തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത്. ആൻറ്റി തിരിച്ച് വന്നപ്പോൾ ഞാൻ വാളിൽ ഹാങ് ചെയ്യുന്ന ഹുക്സ് മേടിച്ചുകൊണ്ട് വന്നു, കാരണം ഫോട്ടോസൊക്കെ ഒന്ന് റെഡി ആക്കണമായിരുന്നു നമ്മുടെ ഫോട്ടോ വാളിൻ്റെ. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് വന്നു, പെൻ ഡ്രൈവ് കിട്ടി, ആൽബം കിട്ടി, മിനി ആൽബം കിട്ടി, എല്ലാം കിട്ടി. അപ്പോൾ എല്ലാം റെഡി ആക്കുമായിരുന്നു ഞാൻ. എനിക്ക് ഫോട്ടോ വാൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടെ വീഡിയോസും കുറച്ചും കൂടെ ഫോട്ടോ ഫ്രെയിം ഒക്കെ ചെയ്ത് വാളിൽ വെക്കാനുണ്ട്. അത് കഴിഞ്ഞ് മമ്മി ചോറുണ്ണാൻ വേണ്ടി വിളിച്ചു. മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ മമ്മിയുടെ സ്പെഷ്യൽ നമ്മുടെ ക്യാരറ്റ് ആൻഡ് പൊട്ടേറ്റോ മെഴുക്ക് പുരട്ടി, അതും കൂടെ കൂട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെൻ ഡ്രൈവ് ഇട്ടിട്ട് ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു നാപ്പ് എടുത്തു. യൂഷ്വലി വീട്ടിൽ വരുമ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാറുണ്ട്. ഉറങ്ങി ഒരു 3:30 ആയപ്പോൾ എണീച്ച് പള്ളിയിൽ പോയി. പള്ളിയിൽ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം 5:45. ഞാൻ അങ്ങളുടെ വണ്ടിക്ക് പോയതുകൊണ്ട് വേഗം വരാൻ വേണ്ടി പറ്റി. മമ്മി രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു പൈനാപ്പിൾ ഒരെണ്ണം ഇരിപ്പുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് തരാം, നീ അതൊന്ന് ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ട്. വൈകുന്നേരമാണ് 2 പേര് ഓർത്തത്. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ഞാനതൊന്ന് ജ്യൂസ് അടിച്ചു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് കുട്ടിമാമൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാൻ വീട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. കുട്ടിമാമൻ്റെ വീട്ടിലേക്ക് പോകാതെ ഞാൻ തിരിച്ചു പോകാറില്ല. ഞങ്ങൾ അങ്ങനെയാണ് ഗൈസ്. ഞാൻ മെയിൻലി അങ്ങോട്ട് പോകുന്ന ആദിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൻ കുറച്ച് ഷൈ ആയിരുന്നു ഇത്തവണ, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സെറ്റായി വൈബായി കേട്ടോ. ഞങ്ങൾ പിന്നെ കുറേ നേരമൊക്കെ കളിച്ചു. പിന്നെ ഞാൻ കപ്പയും ബീഫും കഴിച്ചോ. കപ്പയും ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാറായപ്പോഴത്തേക്കും ഒരു ഉമ്മ തന്നെ അമ്മായി പോട്ടെ. ടാറ്റാ, പഠിക്കണം. മംഗലാപുരത്ത് നിന്ന് ബസ് വിട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് പാക്കിംഗ് ഒക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ മൂഡൊക്കെ ഒന്ന് ഓഫായി. എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞ് പോകാറാകുമ്പോഴത്തേക്കും ഭയങ്കര മൂഡ് ഓഫാണ്. ഞാൻ ഭയങ്കര ഒരു ദേഷ്യവും വിഷമവും അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും. അങ്ങനെ 9:05 ആയപ്പോൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉപ്പനങ്ങാടി എത്തിയെന്ന്. അങ്ങനെ ഞാൻ അങ്കിളിനെ വിളിച്ചു. അങ്ങനെ ടറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ്. അങ്കിൾ വണ്ടിയും കൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോയി. ഐ നോ ദർ ഇസ് നത്തിങ് മച്ച് ഇൻ ദ വീഡിയോ. ഇറ്റ്സ് ജസ്റ്റ് എ വെരി നോർമൽ ഡേ വെൻ ഐ എം അറ്റ് ഹോം. ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.